ഓ തിരുഹൃദയമേ, യേശുവിൻ തിരുഹൃദയമേ, ശാന്തതയും എളിമയും നിറഞ്ഞ സൂനമേ, എൻ ഹൃദയം നിൻ ഹൃദയം പോലെയാക്കണേ. ഓ തിരുഹൃദയമേ, യേശുവിൻ തിരുഹൃദയമേ, ശാന്തതയും എളിമയും നിറഞ്ഞ സൂനമേ. ഈശോയുടെ തിരുഹൃദയത്തിന് സ്തുതി. ദൂത് ഹൃദയം തിരുഹൃദയം 8-ാം ദിനം. ഫിലിപ്പിയ ലേഖനം 4:7. അപ്പോൾ നമ്മുടെ എല്ലാ ധാരണയെയും അതിലംഘിക്കുന്ന ദൈവത്തിൻ്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും ചിന്തകളെയും യേശുക്രിസ്തുവിൽ കാത്തുകൊള്ളും. കൊടുങ്കാറ്റും വിളക്കുമാടം സൂക്ഷിപ്പുകാരനും എന്നൊരു കഥയുണ്ട്. ഒരു തീരദേശ ഗ്രാമത്തിൽ കപ്പലുകളെ സുരക്ഷിതമായി കരയിലേക്ക് നയിക്കുന്ന ഒരു വിളക്ക് മാടം, ലൈറ്റ് ഹൗസ് ഉണ്ടായിരുന്നു. അതിൻ്റെ കാവൽക്കാരൻ ജേക്കബ് അചഞ്ചലമായ അർപ്പണബോധത്തിനും ശാന്തമായ പെരുമാറ്റത്തിനും ഉടമയായവൻ. കൊടുങ്കാറ്റ് എത്ര ശക്തമായാലും ലൈറ്റ് ഹൗസിൻ്റെ ബീം തിളങ്ങുന്നുവെന്ന് അവൻ ഉറപ്പാക്കി. അപകടകരമായി ജലത്തിലൂടെ സഞ്ചരിക്കുന്ന നാവികന്മാർക്ക് പ്രതീക്ഷയുടെ ലൈറ്റ് ഹൗസ് ഒരുക്കി ഈ ജേക്കബ് ജീവിതം തുടരുകയാണ്. ഒരിക്കലൊരു തണുപ്പുകാല രാത്രിയിൽ ഭയങ്കരമായ കൊടുങ്കാറ്റ് ഗ്രാമത്തെ ബാധിച്ചു. പാറക്കെട്ടുകളിലേക്ക് തിരമാലകൾ ആഞ്ഞടിച്ചു. കാറ്റ് വളരെ ക്രൂരമായി. സുരക്ഷിതത്വത്തിനായി പ്രാർത്ഥിച്ച് ഗ്രാമവാസികളെല്ലാവരും വീടുകളിൽ മടങ്ങി. എന്നിരുന്നാലും ജേക്കബ് എന്ന ഈ മനുഷ്യൻ ലൈറ്റ് ഹൗസിലെ തൻ്റെ പോസ്റ്റിൽ ഇരിപ്പ് തുടരുകയാണ്. അവൻ ഈ ലൈറ്റ് ഹൗസിലെ വെളിച്ചത്തെ ഉത്സാഹത്തോടെ പരിചരിച്ചു എന്നാണ് കഥയിൽ കുറിച്ചു വയ്ക്കുന്നത്. കൊടുങ്കാറ്റാഞ്ഞടിച്ചപ്പോൾ പ്രക്ഷുബ്ധമായ കടലിലൂടെ തൻ്റെ കപ്പൽ നയിക്കാൻ ഡേവിഡ് എന്ന ഒരു യുവ നാവികൻ പാടുപെടുകയാണ്. അപകടകരമായ ആ രാത്രിയിൽ കഷ്ടിച്ച് മാത്രം കാഴ്ചയുള്ള സമയത്ത് ഈ നാവികൻ വല്ലാതെ ഭയപ്പെടുകയാണ്. നിരാശയിൽ ഈ ഡേവിഡ് എന്ന യുവ നാവികൻ പ്രാർത്ഥിച്ചു, ദൈവമേ, എന്നെ സുരക്ഷിതത്വത്തിലേക്ക് നയിക്കണമേ, എനിക്ക് സമാധാനവും ശക്തിയും നൽകണമേ. പെട്ടെന്ന് ആ കൂരാക്കൂരിരുട്ടിലൂടെ ദാവീദ് വിളക്കുമാടത്തിൻ്റെ ഉറപ്പ് നൽകുന്ന ബീം വെളിച്ചം കാണുകയാണ്. കൊടുങ്കാറ്റിൻ്റെ ആ പ്രക്ഷുബ്ധതയൊക്കെ കീറിമുറിച്ച് ആ പ്രതീക്ഷയുടെ ബീമിലേക്ക് ഡേവിഡ് തൻ്റെ നൗകയെ നയിക്കുകയാണ്. പുതിയ വിശ്വാസത്തോടെ വെളിച്ചത്തിലേക്ക് നാവിഗേറ്റ് ചെയ്യുകയാണ്. അതവനെ സുരക്ഷിതത്വത്തിലേക്ക് നയിക്കുമെന്ന് അവൻ വിശ്വസിച്ചു. അങ്ങനെ മണിക്കൂറുകൾക്ക് ശേഷം ഡേവിഡിൻ്റെ ഈ നൗക സുരക്ഷിതമായി തുറമുഖത്ത് അണഞ്ഞു. ക്ഷീണിതനാണെങ്കിലും ഡേവിഡ് കാവൽക്കാരന് നന്ദി പറയാൻ തീരുമാനിക്കുകയാണ്. ശ്രദ്ധിച്ചാൽ നമ്മൾ മനസ്സിലാക്കും, കാവൽക്കാരനും നാവികനും ഹൃദയമുള്ളവരാണ്. ഹൃദയത്തിൽ നന്മയും കരുതലും സ്നേഹവും ഉള്ളവരാണ്. അങ്ങനെ ലൈറ്റ് ഹൗസിൽ ഡേവിഡ് ജേക്കബിനെ കണ്ടുമുട്ടുകയാണ്. വളരെ ശക്തമായ കൊടുങ്കാറ്റുണ്ടായിട്ടും തിരമാലകൾ ഉണ്ടായിട്ടും ലൈറ്റ് ഹൗസിൻ്റെ കാവൽക്കാരൻ അവൻ സമാധാനപരമായി പെരുമാറുകയാണ്. അത് ഈ ഡേവിഡിനെ വല്ലാതെ പ്രചോദിപ്പിക്കുകയാണ്. ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, ഇത്രയും ഭയാനകമായ കൊടുങ്കാറ്റിന് മുമ്പിൽ നിങ്ങൾ എങ്ങനെയാണ് ശാന്തത പാലിക്കുന്നത്? ജേക്കബ് എന്ന് പറയുന്ന ഈ കാവൽക്കാരൻ ഹൃദയം കൊണ്ട് തൻ്റെ ജോലിയെ സ്നേഹിക്കുന്നവൻ ഇങ്ങനെ പറയുകയാണ്, യേശുക്രിസ്തുവിലുള്ള എൻ്റെ വിശ്വാസത്തിലൂടെ
എല്ലാ ധാരണകളെയും കവിയുന്ന സമാധാനം ഞാൻ കണ്ടെത്തുന്നു. കൊടുങ്കാറ്റ് എത്ര ശക്തമായാലും ദൈവം അതൊക്കെ നിയന്ത്രിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അവന്റെ സമാധാനം എൻ്റെ ഹൃദയത്തെയും മനസ്സിനെയും കാക്കുന്നു. അത് ഈ വിളക്കുമാടത്തെ കാക്കുവാൻ എന്നെ പ്രേരിപ്പിക്കുന്നു. തന്നെ സുരക്ഷിതത്വത്തിലേക്ക് നയിച്ചത് ഭൗതിക വെളിച്ചം മാത്രമല്ല, ഈ ജേക്കബ് എന്ന് പറയുന്ന ഈ കാവൽക്കാരൻ്റെ ഉള്ളിൽ കുടികൊള്ളുന്ന, ഹൃദയത്തിൽ കുടികൊള്ളുന്ന സമാധാനവും വിശ്വാസവുമാണെന്ന് ഡേവിഡ് തിരിച്ചറിയുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈ ജൂൺ മാസം നമ്മുടെ ഹൃദയത്തിലെ സമാധാനവും വിശ്വാസവും ശാന്തതയുമൊക്കെ മറ്റുള്ളവരിലേക്ക് പകരാനുള്ള മാസമാകട്ടെ. ആമേൻ.